സെമി ഫൈനൽ വരെ അർജന്റീനക്ക് ഭയങ്കര സുഖമായി ഒരു വേൾഡ് കപ്പിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റ് എല്ലാ ഫിക്സ്റ്റേഴ്സും വന്നു. അതിൽ ഏറ്റവും സുഖം ഭയങ്കര ഈസി എന്ന് പറഞ്ഞത് വൺ ഓഫ് ദ ഫേമസ് ടീമുകൾക്ക് ഏറ്റവും സുഖം എന്ന് പറഞ്ഞത് അർജന്റീനക്കാണ്. ഓക്കെ, റൗണ്ട് ഓഫ് 16 റൗണ്ട് ഓഫ് 32 അവർക്ക് കാപ്പ വേർഡിനെ കിട്ടി ലിറ്ററലി. അപ്പൊ ഈ ഒരു അർജന്റീന വേഴ്സസ് ജോർഡൻ മാച്ച് ഇത് പ്രത്യേകിച്ച് ഒന്നും തീരുമാനിക്കൊന്നുമില്ല. അർജന്റീന ഓൾറെഡി ക്വാളിഫൈഡ് ആയി. ലാസ്റ്റ് ഓസ്ട്രേലിയനായിട്ട് വിജയിച്ചപ്പോൾ തന്നെ അപ്പൊ തന്നെ 2-0 എന്നുള്ള സ്കോർ വിജയിച്ചപ്പോൾ തന്നെ ഓൾറെഡി അവർ കൺഫേംഡ് ആണ്. അവർ തന്നെയാണ് ഗ്രൂപ്പ് ചാമ്പ്യൻസ്. അവർ ക്വാളിഫൈഡ് ആയി. ആരായിരിക്കും അവരുടെ ഒപ്പോണന്റ് എന്നുള്ള പരിപാടി മാത്രമായിരുന്നു അവർക്ക് ചിന്തിക്കാനുള്ളത്. അതായത് കാപ്പ വേർഡ്, സ്പെയിൻ ഈ ഒരു ഗ്രൂപ്പിൽ ആരായിരിക്കും, അതിലുള്ള റണ്ണറപ്പ് ആയിരിക്കും അർജന്റീനയുടെ ഒപ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെയിന് ഉറുഗ്വേനേറ്റ് പരാജയപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ സ്പെയിനിനെ കിട്ടിയാൽ മേ ബി അത് ചിലപ്പോൾ അർജന്റീനയ്ക്ക് ഒരു ടഫ് മാച്ച് ആയിരുന്നു. ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. ടു ബി ഫ്രാങ്ക് പറയാലോ, അതൊരു കിടിലൻ മാച്ച് ആയിരിക്കും. അവർ അർജന്റീനയും സ്പെയിനും തമ്മിൽ തമ്മിൽ തല്ലി പരിപാടി ഏതെങ്കിലും ഒരു ടീം പോവല്ലോ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഉറുഗ്വേനെ കൊണ്ടൊന്നും 5 പൈസ കൊള്ളില്ല. അവന്മാർ എന്ത് തേങ്ങ കാണിച്ചെന്ന് സ്പെയിനെതിരെ 1-0 എന്നുള്ള സ്കോർ പരാജയപ്പെട്ടു. അവന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ മാച്ച് ആയിരുന്നു. 2 മാച്ച് സമനിലയായി. ഈ ഒരു മാച്ച് വിജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആവാൻ. ഈവൻ സമനില പോലും അവന്മാരെ സംബന്ധിച്ചിടത്തോളം റൗണ്ട് ഓഫ് 32 ക്വാളിഫൈ ആവാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മാച്ചിൽ 1-0 എന്നുള്ള സ്കോറിന് പൊട്ടിപ്പാളീസായി പോകുന്നത്. ശോകം കളിയായിരുന്നു അന്ന് ഉറുഗ്വേ. ഓക്കെ, അന്ന് വൻ ശോകം കളിയായിരുന്നു. ഉറുഗ്വേ അങ്ങനെ എലിമിനേറ്റഡ് ആയി പോയതിൽ അവർ ഡിസേർവിംഗ് ആണ് ആ ഒരു എലിമിനേഷൻ. അത്ര ഇങ്ങനെ ഒരു വേൾഡ് കപ്പിന് ഇത്രയും ശോകമായിട്ട് കണ്ടത് ഉറുഗ്വേ ആയിരിക്കും. ശോകം എന്നൊക്കെ പറഞ്ഞാൽ വൻ ശോകം. ഓക്കെ, അങ്ങനെ അവർ ഉറുഗ്വേ എലിമിനേറ്റഡ് ആയി പോയി. സ്പെയിൻ ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആ ഒരു മാച്ച് വിജയിച്ചപ്പോൾ അപ്പോൾ സെക്കൻഡ് വന്നത് സൗദി അറേബ്യ വേഴ്സസ് കാപ്പ വേർഡ് മാച്ചിൽ ആരായിരിക്കും വിജയിക്കുക, അല്ലെങ്കിൽ ആരായിരിക്കും സമനിലയാവുക. അതിൽ കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നവർ ഓൾറെഡി സൗദി നല്ലൊരു പൊട്ടൽ കുട്ടി സ്പെയിനേറ്റ്, കാപ്പ വേർഡ് ആണെങ്കിൽ സ്പെയിനേറ്റ് സമനിലയായി, മറ്റേ ഉറുഗ്വേനേറ്റും സമനിലയായി. സോ കാപ്പ വേർഡ് സമനിലയായി കഴിഞ്ഞാൽ തന്നെ അവർക്ക് ക്വാളിഫൈ ആവാം, അവർക്ക് സെക്കൻഡ് ആവാം. കാപ്പ വേർഡ് സമനിലയായി, സൗദി അറേബ്യ സെക്കൻഡ് റണ്ണറപ്പ് ആ ഒരു ഗ്രൂപ്പിൽ കാപ്പ വേർഡ് ആണ്. സോ അർജന്റീന വേഴ്സസ് കാപ്പ വേർഡ് ക്വാർട്ടർ ഫൈനൽ റൗണ്ട് ഓഫ് 32 കൺഫേംഡ് ആയി. ഓക്കെ, പിന്നെ ഈ ജോർഡാനിലെ മാച്ച് എന്ന് പറയുന്നത് മെസ്സി ഫസ്റ്റ് 11 ഇല്ലാതെയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ലൊസെൽസോന്റെ ഒരു ഫ്രീ കിക്ക് ഗോൾ. ജോർഡന്റെ ഗോൾ കീപ്പർ എന്താ കാണിക്കുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. പുള്ളിക്ക് വാൾ വെക്കാൻ അറിയില്ലേ. ആ സിമിയോണിയും പിന്നെ അതുപോലെ തന്നെ പിന്നെ ആരൊക്കെയായിരുന്നു, സിമിയോണി, ലൗത്താറോ അറിയാം, 3 പേരും വാൾ അവിടെ ഫേക്ക് ചെയ്യാൻ വേണ്ടി നിന്നു. അവന്മാര് കറക്റ്റ് ഫ്രീ കിക്ക് എടുക്കാൻ നേരത്ത് മാറി നിന്നു. ആ ഗ്യാപ്പിലോട്ട് ലൊസെൽസോ അടിച്ചങ്ങ് എത്തി ഗോളായി. 1-0 എന്നുള്ള സ്കോറിന് മുന്നിലെത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ലൗത്താറോന്റെ തന്നെ ഹെഡ്, ലൗത്താറോ അതോ വേറെ ഒരാളുടെ ഹെഡ് മറ്റേ ജോർഡൻ ക്ലിയർ ചെയ്ത സമയത്ത്, ജോർഡൻ്റെ ഒരു പ്ലെയർ ഡിഫൻഡർ ക്ലിയർ ചെയ്ത സമയത്ത് തലയമ തട്ടിയിട്ട് അവിടെ പെനാൽറ്റി ഉണ്ട്. അത് ബോളുമല്ല ടച്ച് ചെയ്ത് മറ്റേ തലമലാണ് കൊണ്ടുവന്ന് പറഞ്ഞാണ്ട് റഫറിനോട് അപ്പീൽ ചെയ്തു. വാർ ചെക്ക് ചെയ്ത സമയത്ത് അത് കറക്റ്റ് തന്നെയാണ് പെനാൽറ്റി. ഓക്കെ, പെനാൽറ്റി എടുത്തത് ലൗത്താറോ മാർട്ടിനസ് ഗോൾ സ്കോർ ചെയ്തു. പിന്നെ ലൗത്താറോ മാർട്ടിനസിന് സെക്കൻഡ് ഹാഫിൽ നല്ലൊരു ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു പോസ്റ്റുമ്പോൾ തട്ടിപ്പോയത്. പക്ഷേ ലൗത്താറോ മാർട്ടിനസ് സ്റ്റിൽ ആസ് എ സ്ട്രൈക്കർ ഒരു ഗോൾ മാത്രമാണ് സ്കോർ ചെയ്തത് വേൾഡ് കപ്പിൽ, അതും പെനാൽറ്റി. ആ പെനാൽറ്റി സ്കോർ ചെയ്തത് ലൗത്താറോ ആയിരുന്നു, മെസ്സി ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് ലൗത്താറോ ആണ് പെനാൽറ്റി സ്കോർ ചെയ്തത്. പിന്നെ കുറെ ഓഫ് സൈഡിൽ കൊടുക്കുന്നുണ്ട് ലൗത്താറോ, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ലൗത്താറോക്ക് വരുന്നുണ്ട്. ആസ് എ സ്ട്രൈക്കർ ഇങ്ങനെയാണോ മെസ്സി ഭയങ്കരമായിട്ട് ഡിപ്പെൻഡന്റ് ആയി പോയി മെസ്സിനെ ഈ ഒരു അർജന്റീന ടീം എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫിൽ വന്നു മെസ്സി വന്നു, പിന്നെ അത് രണ്ടാമത് ലൗത്താറോ ഗോൾ സ്കോർ ചെയ്തു. പിന്നെ സെക്കൻഡ് ഹാഫിൽ പിന്നെ മെസ്സി വന്നിട്ട് പിന്നെ ഫ്രീ കിക്കിൽ മെസ്സി വീണ്ടും ഒരു ഗോൾ സ്കോർ ചെയ്തു. എനിക്ക് തോന്നുന്നത് കണ്ടിന്യൂസ് ആയിട്ട് 7 വേൾഡ് കപ്പ് മാച്ചസിൽ ഗോൾ സ്കോർ ചെയ്ത ഒരു പ്ലെയർ മെസ്സിയാണ്. ഏറ്റവും എന്താ പറയാ, അങ്ങനെ ഒരു പ്ലെയർ അതേ ഉള്ളൂ. 7 മാച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഗോൾ സ്കോർ ചെയ്ത ഒരു പ്ലെയർ മെസ്സി മാത്രമേ ഉള്ള. ആ ഒരു ഹിസ്റ്ററി ഇതുവരെ വേറെ ആർക്കും തൊടാൻ. ഇപ്പൊ വീണ്ടും 6 ആയിരുന്നു, ഇപ്പോൾ 7 ഓക്കെ, അതൊരു അവിടെ ഒരു ജയന്റ് ആയിട്ട് അവിടെ ഒരു അടിപൊളിയായിട്ട് നല്ലൊരു റെക്കോർഡായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. സോ മെസ്സിന്റെ ഒരു റെക്കോർഡ് അങ്ങനെ. പക്ഷെ മെസ്സിയിൽ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡന്റ് ആണ് ഈ ഒരു ടീം എന്ന് പറയുന്നത്. പിന്നെ പിന്നെയും സിമിയോണിയും ലൊസെൽസോ ഒക്കെ വന്നുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് സെറ്റാക്കാൻ നോക്കി. അവസാനം ഒട്ടാമണ്ടിന്റെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. പക്ഷെ കംപ്ലീറ്റ്ലി മാച്ച് കുഴപ്പമില്ല. ഓക്കെ, 3-1 എന്നുള്ള സ്കോറിന് വിജയിച്ചു. അർജന്റീന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ കംപ്ലീറ്റ്ലി ഫ്രീ. 3-0, 2-0, 3-1, മെസ്സി 6 ഗോള്, എന്തൊക്കെയാ കാണാം. ഇനിയാണ് റൗണ്ട് ഓഫ് 32 ആണ് കാപ്പ വേർഡ്. അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഈജിപ്ത് അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ടീം. അതിലും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരുടെ ക്വാർട്ടർ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ബ്രസീലിന്റെ ആ ഒരു ഏരിയ, ബ്രസീൽ വേഴ്സസ് അർജന്റീന സെമി ഫൈനലിൽ വരാൻ ചാൻസ് ഉണ്ട്. അത് ക്വാർട്ടർ ഫൈനൽ ആരായിരിക്കും വരിക കറക്റ്റ് എനിക്കറിയില്ല. ഞാൻ ഒരു ഇത് ഓർമ്മ, ഈജിപ്തും ഓസ്ട്രേലിയയും ജയിച്ച അവരായിരിക്കും റൗണ്ട് ഓഫ് 16. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആരായിരിക്കും തോന്നുന്നു, കൊളംബിയന്റെ ആ ഒരു ഏരിയ തോന്നുന്നുണ്ട്. ആ ഒരു ഏരിയയാണ് ക്വാർട്ടർ ഫൈനൽ അർജന്റീന കിട്ടുക. അതിലും ജയിച്ചു കഴിഞ്ഞാൽ ബ്രസീലിന്റെ ആ ഒരു ബ്ലോക്കിൽ നിന്ന് ഒരാളെ കിട്ടും. ബ്രസീൽ ഇംഗ്ലണ്ട് ആ ഒരു ബ്ലോക്കിൽ നിന്ന് ഒരാളെ കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ കറന്റ് അവസ്ഥ എന്ന് പറയുന്നത്. സോ അർജന്റീന സംബന്ധിച്ചിടത്തോളം ഈസിയാണ്, സെമി ഫൈനൽ വരെ എത്താൻ ഈസിയാണ്. അതിൻ്റെ ഇടയിൽ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. കാപ്പ വേർഡിനായിട്ടാണ് റൗണ്ട് ഓഫ് 30 ഉള്ളത്. ക്രേസി തിങ്സ് വിൽ ഹാപ്പൻ. അത്ര ഈസി ആയിട്ട് കാണാനൊന്നും പറ്റില്ല. ദിസ് ഈസ് വേൾഡ് കപ്പ്, ഓൾ ആർ പ്ലേയിങ് ഫോർ ദെയർ നാഷൻ. സോ ക്രേസി തിങ്സ് ക്യാൻ ഹാപ്പൻ.
മിറാക്കിൾസ് നടക്കാം, എന്തും നടക്കാം അവിടെ ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഇതുപോലെ ഈസിയാണെന്ന് വിചാരിച്ച് ആ ഒരു പോക്കൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, സെക്കൻഡ് മാച്ചിൽ ഓസ്ട്രേലിയക്കെതിരെ ഞാൻ പറഞ്ഞു അർജന്റീനയുടേതായുള്ള ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഓക്കെ, അത് പൊളിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഏത് ടീമായാലും വിജയിക്കാം എന്നുള്ളതാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ഉള്ള പോലെ പറയാലോ. സോ അർജന്റീനയുടെ ബാക്കി പരിപാടികൾ നമുക്ക് കാണാം. ഇത്രയൊക്കെയാണ് എൻ്റെ കണ്ടന്റ്. ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. താങ്ക് യു സോ മച്ച്.